ഡൽഹിയിലെ രാഷ്ട്രീയ നീക്കങ്ങളുടെ വിശദാംശങ്ങളാണ് നമ്മൾ അടുത്ത ഒരു മണിക്കൂറിൽ പരിശോധിക്കാൻ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുൻപ് അല്പസമയം മുമ്പ് കേരളത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. തൃശൂർ DCC ഓഫീസിൽ കയ്യാങ്കളി എന്ന് പരാതി. ഓഫീസ് സെക്രട്ടറി സജീവൻ കുര്യച്ചിറയെ മർദ്ദിച്ചു എന്നാണ് ആക്ഷേപം. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. യെസ്, സൂരജ് സജിയുണ്ട് തൃശ്ശൂരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സൂരജ്, അവിടുത്തെ വലിയ തോൽവി, തൃശ്ശൂരിലെ വലിയ തോൽവി, അതിനുശേഷം വന്ന ഒരുപാട് അസ്വാരസ്യങ്ങൾ, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. വലിയ അടി അവിടെ ഉണ്ടായി, അതും DCC ഈ രീതിയിൽ പ്രവർത്തകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു. അതിൽ പല നേതാക്കളുണ്ട്, മുതിർന്ന നേതാക്കളടക്കമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇങ്ങനെ പരസ്യമായ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്താൻ കാരണം? പ്രജിൻ, DCCയിലെ ഈ കയ്യാങ്കളിയിലേക്ക് നയിച്ചത് ഈ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി തന്നെയാണ്. പക്ഷേ ഇതിൽ K മുരളീധരനെ അനുകൂലിക്കുന്ന വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിവരുന്ന പോസ്റ്റർ പ്രചരണം അത് തന്നെയാണ് ഈ പ്രകോപനത്തിലേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തൃശ്ശൂരിലെ കനത്ത തോൽവി കയ്യാങ്കളിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് ഈ DCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഓഫീസ് സെക്രട്ടറി സജീവൻ കുര്യച്ചിറ K മുരളീധരനെ അനുകൂലിക്കുന്ന ആളാണ്. ഈ DCCയിലേക്ക് വരുന്ന സമയത്ത് DCC പ്രസിഡന്റും DCC പ്രസിഡന്റ് അനുകൂലിക്കുന്ന ഒരു വിഭാഗവും സജീവൻ കുര്യച്ചിറയെ മർദ്ദിച്ചു എന്നതിനെ തുടർന്നാണ് ഈ സംഘർഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് സജീവൻ കുര്യച്ചിറ ഈ വിവരം K മുരളീധരനെ അറിയിക്കുകയും K മുരളീധരൻ DCCക്ക് മുന്നിൽ കസേര ഇട്ടിരുന്ന് പ്രതിഷേധിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇത് പ്രകാരം അവിടെയുള്ള K കരുണാകരന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ഈ കസേര ഇട്ട് സജീവൻ കുര്യച്ചിറ അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നു. ആ സമയത്ത് സജീവൻ കുര്യച്ചിറയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഇങ്ങോട്ടേക്ക് സംഘടിച്ചെത്തുകയും മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന DCC പ്രസിഡന്റ് അനുകൂലിക്കുന്നവരുമായി ഏറ്റുമുട്ടുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന DCC പ്രസിഡന്റ് അനുകൂലിക്കുന്ന യുവജന നേതാക്കളെ എല്ലാം വലിച്ചിറക്കി താഴത്തെ നിലയിലേക്ക് കൊണ്ടുവന്ന് മർദ്ദിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഓഫീസ് സെക്രട്ടറിമാരും മുതിർന്ന നേതാക്കളിൽ ചിലരുമെല്ലാം ഇടപെട്ടുകൊണ്ട് ഇവരെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഇവർ പിന്തിരിയാത്തൊരു സാഹചര്യം, വഴങ്ങാത്തൊരു സാഹചര്യം. പിന്നീട് ഒരു വിധത്തിൽ ഇരു വിഭാഗങ്ങളെയും സമാധാനിപ്പിച്ചു. പക്ഷേ ഇപ്പോഴും സംഘർഷങ്ങൾ കഴിഞ്ഞു, അല്ലെങ്കിൽ സംഘർഷങ്ങൾക്ക് അയവ് വന്നു എന്ന് പറയാൻ കഴിയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് സംഘടിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ വിവരങ്ങളെല്ലാം തന്നെ ഇവിടെയുള്ള പ്രവർത്തകർ പലർക്കും കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം തന്നെ കൂടുതൽ പ്രവർത്തകർ, അതായത് K മുരളീധരനെ അനുകൂലിക്കുന്ന പ്രവർത്തകരും അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് അനുകൂലിക്കുന്ന വിഭാഗവും എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് സംഘടിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാവുന്ന ഒരു നില അത് ഇപ്പോഴും DCCയിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DCC പ്രസിഡന്റ് അടക്കം ഈ DCC ഓഫീസിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും സ്വന്തം പ്രവർത്തകരെ പോലും, അതായത് DCC പ്രസിഡന്റ് അനുകൂലിക്കുന്നവരെ പോലും നിലയ്ക്ക് നിർത്താൻ DCC പ്രസിഡന്റായ ജോസ് വള്ളൂരിനായില്ല എന്നുള്ളതാണ് എല്ലാവരും വിമർശിക്കുന്നത്. അദ്ദേഹം ഈ DCC ഓഫീസിലെ DCC പ്രസിഡന്റ് ക്യാബിനുള്ളിൽ AC ഇട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രവർത്തകർ തമ്മിൽ തല്ലുന്നതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് തൃശൂർ DCC ഉള്ളത്. ശരി, യഥാർത്ഥത്തിൽ കോൺഗ്രസിന് നാണക്കേടാണ് അല്ലേ? തിളക്കമുള്ള വിജയമുണ്ട്. അതിനിടയിലാണ് ഈ DCC ഓഫീസിൽ കയ്യാങ്കളി ഉണ്ടാകുന്നത്. കയ്യാങ്കളി എന്ന് വെച്ചാൽ പരസ്യമായ തല്ലാണ്. അവിടെ മാധ്യമപ്രവർത്തകരുണ്ട്, ദൃശ്യമാധ്യമങ്ങൾ അടക്കമുണ്ട്, ക്യാമറ കണ്ണുകളുണ്ട്. പക്ഷെ അവർക്ക് മുന്നിലാണ് ഈ അടി. അപ്പോൾ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതായിരിക്കും. ഇങ്ങനെയൊക്കെ ഇത്രമാത്രം രീതിയിൽ
എന്ന കൂട്ടത്തല്ല് അതും DCC നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യെസ്, എന്തായാലും അവിടേക്ക് കൂടുതൽ പ്രവർത്തകരൊക്കെ എത്തുന്നുണ്ട്. എന്തായിരിക്കും പോലീസിന് ഇടപെടേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മളിനി പോകുന്നത് ഡൽഹിയിൽ തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ, സർക്കാർ രൂപീകരണ ചർച്ചകൾ നടക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. നരേന്ദ്രമോദി 3ാം വട്ടവും പ്രധാനമന്ത്രി പദത്തിലേക്ക്. NDA പാർലമെന്ററി പാർട്ടി യോഗം മോദിയെ നേതാവായി തെരഞ്ഞെടുത്തു. NDA സർക്കാർ ഞായറാഴ്ച സത്യവാചകം ചൊല്ലും. വികസിത രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാൻ അടുത്ത 10 വർഷക്കാലം NDA സർക്കാർ മികച്ച ഭരണം ഉറപ്പാക്കുമെന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദി വ്യക്തമാക്കി. കേരളത്തിലെ വിജയം രക്തസാക്ഷികൾക്ക് സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ മോദി EVM-നെ പറ്റി സംശയമുന്നയിച്ച പ്രതിപക്ഷത്തെ പരിഹസിക്കാനും ഇന്ന് മടിച്ചില്ല. दस साल बाद भी कांग्रेस 100 के आंकड़े को नहीं छू पाई। और अगर मैं 14, 19 और 24 तीन चुनावों को जोड़ करके कहूं, कांग्रेस के तीन चुनाव जोड़ूं, तो इन 3 चुनावों में जितनी सीटें मिली है उससे ज्यादा हमें इस चुनाव में मिली है. കഴിഞ്ഞ 10 വർഷം കണ്ടത് ഒരു ട്രെയിലർ മാത്രമായിരുന്നുവെന്നും അടുത്ത 10 വർഷം വികസനത്തിന്റെ പുതിയ അധ്യായം രചിക്കുമെന്നും NDA നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം നരേന്ദ്രമോദി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ NDA സഖ്യത്തെ പുകഴ്ത്തിയ മോദി NDAയുടേത് ഉലയാത്ത സർക്കാരെന്നും സമവായത്തിലൂടെ മുന്നോട്ട് നീങ്ങുമെന്നും വ്യക്തമാക്കി. കേരളത്തിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെ പരാമർശിച്ച പ്രധാനമന്ത്രി സംസ്ഥാനത്ത് BJP ജയിക്കുന്നത് തടയാൻ ഇരുമുന്നണികളും ശ്രമിച്ചുവെന്ന് കുറ്റപ്പെടുത്തി. ജമ്മുകശ്മീരിൽ പ്രവർത്തകർ സഹിച്ച ത്യാഗത്തെക്കാളധികം കേരളത്തിൽ പ്രവർത്തകർ സഹിച്ചുവെന്നും നരേന്ദ്രമോദി. केरला हमारे सैकड़ों कार्यकर्ताओं के बलिदान हुए हैं. UDF हो या LDF हो, शायद हिंदुस्तान के राजनीतिक जीवन में इतना जुल्म एक विचारधारा को लेकर के जीने वाले लोगों पर हुआ होगा तो सिर्फ मैं कह सकता हूं केरल में हुआ है. जम्मू कश्मीर से भी ज्यादा हुआ है. NDA എന്നാൽ പുതിയ ഇന്ത്യയും വികസന ഇന്ത്യയും പ്രത്യാശയുടെ ഇന്ത്യയുമാണെന്ന പുതിയ നിർവചനം നൽകിയ നരേന്ദ്രമോദി ഇന്ത്യ മുന്നണിക്കെതിരെ ആഞ്ഞടിച്ചു. 10 വർഷം കഴിഞ്ഞിട്ടും കോൺഗ്രസിന് 100 സീറ്റ് തികയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത 5 വർഷക്കാലത്തേക്ക് ആരും EVM-നെ കുറ്റം പറയാനിടയില്ലെന്നും നരേന്ദ്രമോദിയുടെ പരിഹാസം. आशा करता हूं कि 5 साल तो अब EVM शायद मुझे नहीं सुनाई देगा, लेकिन जब 29 में हम जाएंगे तो फिर से शायद EVM को लेकर के नाचने की शुरुआत करेंगे. क्योंकि इनके सुधरने की संभावना बहुत कम है. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഭരണഘടനയെ തൊട്ടുവണങ്ങി. തന്റെ പ്രസംഗത്തിൽ NDAയുടെ പഴയ നേതാക്കളായ ജോർജ് ഫെർണാണ്ടസ്, ബാൽ തക്കറെ തുടങ്ങിയവരെയും പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ന്യൂസ് ഡെസ്ക് 24. എന്തായാലും പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് രാഷ്ട്രപതിയെ NDA നേതാക്കൾ പോയി കണ്ടിരുന്നു. രാഷ്ട്രപതിയെ കണ്ട് പിന്തുണക്കത്ത് കൈമാറുകയും ചെയ്തു. പ്രധാനമന്ത്രി ഉൾപ്പെടെ 57 മന്ത്രിമാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ രാധാകൃഷ്ണൻ നൽകും. ആർക്കെ, അല്പസമയം മുമ്പ് പ്രധാനമന്ത്രിയും NDA നേതാക്കളും രാഷ്ട്രപതിയെ കണ്ടു. സർക്കാർ രൂപീകരിക്കാൻ ആ പിന്തുണക്കത്ത് കൈമാറി. രാഷ്ട്രപതി മോദിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. സത്യപ്രതിജ്ഞ ഞായറാഴ്ചയാണ്. അപ്പോൾ ഇനിയുള്ളതൊക്കെ നടപടിക്രമങ്ങളാണ്. അപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മുൻ 2 തവണത്തതുപോലെ തന്നെ രാഷ്ട്രപതി ഭവന്റെ ഫോർ കോർട്ടിൽ വെച്ചായിരിക്കും സത്യപ്രതിജ്ഞ നടത്തുക. നേരത്തെ തീരുമാനിച്ചിരുന്നത് കർത്തവ്യപഥ അടക്കമുള്ള മേഖലകളിൽ വെച്ച് ഈ സത്യപ്രതിജ്ഞ നടത്താനായിട്ടായിരുന്നു. പക്ഷേ കേവല ഭൂരിപക്ഷം BJPക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ ആ തീരുമാനം മാറ്റി പകരം രാഷ്ട്രപതി ഭവനിലെ തന്നെ ഫോർ കോർട്ടിൽ മുൻപ് കഴിഞ്ഞ തവണകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തതുപോലെ തന്നെ 3ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് പ്രകാരം രാഷ്ട്രപതി ഭവനിൽ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് രാഷ്ട്രപതിയെ ഇന്ന് നരേന്ദ്രമോദി അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ രാഷ്ട്രപതി ഭവനിൽ ഒരുങ്ങുകയും ചെയ്തിരിക്കുന്നു. രാവിലെ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗം, NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗമാണ് നരേന്ദ്രമോദിയെ തങ്ങളുടെ സഭാ നേതാവായിട്ട് തെരഞ്ഞെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വൈകിട്ട് നേതാക്കൾ രാഷ്ട്രപതിയെ സന്ദർശിച്ച് ഈ പിന്തുണ കത്ത് കൈമാറിയത്. തുടർന്നായിരുന്നു അധികാരമേൽക്കാനായിട്ട് സർക്കാർ രൂപീകരിക്കാനായിട്ടുള്ള ക്ഷണം. 3ാം തവണയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. വലിയ പ്രത്യേകതകളുള്ള ഒരു സഭ രൂപീകരിക്കുക എന്നതാണ്
എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല അത് വളരെ കൃത്യമായിട്ട് ഒന്നും രണ്ടും തവണ നിർവഹിച്ചതുപോലെ നിർവഹിക്കുമെന്ന് അദ്ദേഹം ഈ രാഷ്ട്രപതിയുടെ ക്ഷണക്കത്ത് കൈപ്പറ്റിയതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് സർക്കാർ വലിയ വികസന പദ്ധതികളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടപ്പാക്കി വരുന്നത്. അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കും. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ 100% നീതീകരിക്കുന്ന വിധത്തിൽ, ബഹുമാനിക്കുന്ന വിധത്തിലായിരിക്കും പ്രവർത്തനമെന്നാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമാകുന്ന മന്ത്രിമാരെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ രാഷ്ട്രപതി ഭവന് കൈമാറും. രാഷ്ട്രപതി ഭവൻ അതിനുശേഷമായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിച്ചു. നരേന്ദ്രമോദി ഇന്ന് BJPയുടെ മുതിർന്ന നേതാക്കളെ നേരത്തെ ഈ രാഷ്ട്രപതി ഭവനിലേക്ക് വരുന്നതിന് മുമ്പേ കണ്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഒപ്പം മുൻ രാഷ്ട്രപതിയായിട്ടുള്ള രാംനാഥ് കോവിന്ദ് എന്നിവരെ സന്ദർശിച്ചാണ് അനുഗ്രഹം വാങ്ങിയത്. ഈ നടപടി അതൊരു RSSനെ അനുനയിപ്പിക്കുന്ന ശ്രമങ്ങളുടെ കൂടി ഭാഗമാണ്. മുതിർന്ന നേതാക്കളെ അവഗണിക്കുന്നു BJP എന്നൊരു പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നേരിട്ട് തന്നെ മുതിർന്ന നേതാക്കളെ ഇത്തവണ സഭാ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ എത്തി കണ്ട് അവരുടെ അനുഗ്രഹം തേടിയത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 3 പേരെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അല്പസമയം മുമ്പാണ് കാവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് പിന്തുണ കത്ത് കൈമാറുകയും സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. സത്യപ്രതിജ്ഞയ്ക്ക് അദ്ദേഹത്തെ രാഷ്ട്രപതി ക്ഷണിച്ചു. ഞായറാഴ്ച പ്രധാനമന്ത്രി ഉൾപ്പെടെ 57 മന്ത്രിമാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. രാഷ്ട്രപതി ഭവനിൽ വെച്ചായിരിക്കും ചടങ്ങ്. നേരത്തെ കർത്തവ്യപഥോ ഭാരത് മണ്ഡപവും അടക്കം വേദികളിൽ വലിയ ആഘോഷത്തോടെ നടത്താൻ തീരുമാനിച്ചെങ്കിലും ചടങ്ങ് ഒരു പക്ഷേ രാഷ്ട്രപതി ഭവനിൽ തന്നെ ആയിരിക്കും. ഒരു സസ്പെൻസും ആകാംക്ഷയും ഈ പ്രധാന വകുപ്പുകൾ ആരൊക്കെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്, നമുക്ക് അത് ഉൾപ്പെടെ പരിശോധിക്കാം. ഡൽഹിയിലെ രാഷ്ട്രീയ നീക്കങ്ങളുടെ വിശദാംശങ്ങളുമായി റോഡ് ടു ഡൽഹി തുടരുന്നു. കേവല ഭൂരിപക്ഷമില്ലാത്ത BJPയോട് സർക്കാർ രൂപീകരണ വിഷയത്തിൽ ശക്തമായി വിലവേശുമ്പോഴും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിരുപാധിക പിന്തുണയാണ് അറിയിച്ചത്. നരേന്ദ്രമോദി ഇന്ത്യയുടെ യശസ് ഉയർത്തിയെന്നായിരുന്നു TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിന്റെ പ്രതികരണം. മോദിയുടെ നേതൃത്വത്തിൽ ഇത്തവണ NDA ആധികാരിക വിജയമാണ് നേടിയതെന്ന് നിതീഷ് കുമാർ അവകാശപ്പെട്ടു. वह लोकसभा के नेता के रूप में माननीय नरेंद्र मोदी जी के नाम का प्रस्ताव करता हूं। भारत माता की, भारत माता की। രാജ്നാഥ് സിംഗ് ആണ് മോദിയെ NDA പാർലമെന്ററി പാർട്ടി നേതാവായി നിർദ്ദേശിച്ചത്. അമിത്ഷായും നിതിൻ ഗഡ്കരിയും പിന്താങ്ങി. നിർദ്ദേശത്തെ അനുകൂലിച്ച് സംസാരിച്ച ഘടകകക്ഷി നേതാക്കളും നരേന്ദ്രമോദിയെ പ്രശംസിച്ചു. നരേന്ദ്രമോദി ഇന്ത്യയുടെ യശസ് ഉയർത്തിയെന്നായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ നിരീക്ഷണം. കൂടുതൽ വേഗത്തിൽ വികസനവും നീതിയും മോദിയുടെ നേതൃത്വത്തിൽ ലഭ്യമാക്കുകയാണ് ഇനിയുള്ള ലക്ഷ്യം. I proudly propose the name of Sri Narendra Modi ji on behalf of Telugu Desam Party for the post of Prime Minister of this great nation. NDAയുടെ വിജയം മികച്ചതല്ലെന്ന് വരുത്തി നടക്കുന്ന ശ്രമങ്ങൾ പരിഹാസ്യമാണെന്ന് നിതീഷ് കുമാർ നിരീക്ഷിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൂടുതൽ വേഗത്തിൽ മികച്ച രീതിയിൽ നിയമനീതി നിർവഹണം രാജ്യത്ത് യാഥാർത്ഥ്യമാക്കും. താൻ എപ്പോഴും NDAക്കൊപ്പമാണെന്ന് നിതീഷ് ആവർത്തിച്ചു. तो सब लोग ठीक हैं, हम मिल करके सब लोग चलेंगे और हम लोग पूरा आपके साथ रहेंगे और आप पूरे देश को कितना आगे बढ़ाएंगे ये बहुत खुशी की बात होगी. यही हम लोगों को कहना है. BJPയും ശിവസേനയും ഒരേ വിചാരധാര പിന്തുടരുന്നവരാണെന്നും ഇരു പാർട്ടികളും തമ്മിൽ ഒരിക്കലും ഭിന്നതയുണ്ടാകില്ലെന്നും ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കി. HD കുമാരസ്വാമി, ചിരാഗ് പാസ്വാൻ, അനുപ്രിയ പട്ടേൽ തുടങ്ങിയ ഘടകകക്ഷി നേതാക്കളും മോദിയെ പിന്തുണച്ച യോഗത്തിൽ സംസാരിച്ചു. യോഗശേഷം നരേന്ദ്രമോദി മുതിർന്ന BJP നേതാക്കളായ LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അവരുടെ വസതിയിലെത്തി സന്ദർശിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനും നരേന്ദ്രമോദി അതിഥിയായി. 24 ഡൽഹി. അങ്ങനെ സർക്കാർ രൂപീകരണ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ആരൊക്കെ ഈ സർക്കാരിൽ മന്ത്രിമാരാകും എന്നതാണ്. പ്രധാനമന്ത്രി പദത്തിലേക്ക് 3ാം വട്ടവും നരേന്ദ്രമോദി തന്നെ എത്തുമെന്ന് ഉറപ്പാണ്. 3ാം മോദി സർക്കാരിൽ ആരൊക്കെ മന്ത്രിമാരാകുമെന്ന സസ്പെൻസ് പക്ഷേ ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ സ്ഥാനങ്ങൾ ചോദിച്ച് ഘടകകക്ഷികൾ പിടിമുറുക്കിയതോടെ കേന്ദ്രമന്ത്രിസഭയിലെ വകുപ്പ് വിഭജനത്തിലാണ് ആകാംക്ഷ.
മന്ത്രിസഭയിലേക്ക് എത്താനുള്ള സാധ്യതാ പട്ടിക നമുക്ക് അതിവേഗം ഒന്ന് പരിശോധിക്കാം. യെസ്, അപ്പോൾ ആദ്യ ഘട്ടത്തിലേക്ക് ആദ്യ പട്ടികയിൽ നമുക്ക് ഈ മൂന്ന് പ്രധാനപ്പെട്ട പേരുകളാണ് പരിഗണിക്കുന്നത്. സർക്കാരിലും സംഘടനാ രംഗത്തും രണ്ടാമനായ അമിത്ഷാ ഇത്തവണയും കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ആഭ്യന്തരം പോലെ ഏറ്റവും പ്രാധാന്യമുള്ള വകുപ്പുകളിൽ ഒന്ന് തന്നെ അമിത്ഷാ കൈകാര്യം ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. മുൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ക്യാബിനറ്റിലേക്ക് മടങ്ങിയെത്തിയേക്കും എന്നാണ് മറ്റൊരു സൂചന. പ്രതിരോധ വകുപ്പിൽ തന്നെ അദ്ദേഹം തുടരുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും വ്യക്തമാവുകയും ചെയ്യും. നാഗ്പൂരിൽ നിന്നുള്ള ലോക്സഭാംഗം നിതിൻ ഗഡ്കരിയാണ് മന്ത്രിസഭയിലേക്ക് എത്താൻ സാധ്യതയുള്ളവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമനായി പരിഗണിക്കുന്നത്. ഉന്നത വകുപ്പുകളിൽ ഒന്ന് അദ്ദേഹം കൈകാര്യം ചെയ്യും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ അമിത്ഷാ ആഭ്യന്തര വകുപ്പിൽ നിന്ന് മാറുമോ, സംഘടനാ തലത്തിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. നിതിൻ ഗഡ്കരി കുറെ കൂടി പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് വരുമോ എന്നൊക്കെ ഉള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇപ്പോഴും വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ മന്ത്രിസഭയിൽ തുടരും. പീയൂഷ് ഗോയൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിൽ ഒരു വകുപ്പ് തന്നെ ഇത്തവണയും കൈകാര്യം ചെയ്യും എന്ന് ഉറപ്പുണ്ട്. കാരണം മോദി അമിത്ഷാ ടീമിലെ ഒരു പ്രധാനപ്പെട്ട ആളായി പീയൂഷ് ഗോയൽ വളരെ വേഗത്തിൽ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വകുപ്പ് മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറെ കൂടി പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് വരുമോ എന്നാണ് അറിയേണ്ടത്. മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു സർപ്രൈസ്. ചൗഹാനെ സംബന്ധിച്ച് കഴിഞ്ഞ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത മികച്ച തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായി എന്ന് BJP മാത്രമല്ല സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ആകെ കരുതുന്നുണ്ട്. ഇത്തവണ വിദിശയിൽ ഏതാണ്ട് 7 ലക്ഷത്തിൽ പരം വോട്ടിനാണ് ചൗഹാൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം ഒന്നുകിൽ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരും, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഒരു പ്രധാന വകുപ്പിലേക്ക് വരുമെന്ന കാര്യം ഉറപ്പാണ്. ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പ്രധാന പേരുകൾ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ്. JP നദ്ദയുടെ പാർട്ടി അധ്യക്ഷ പദവിയിലെ കാലാവധി ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. അദ്ദേഹം സംഘടനയിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് വരും എന്നാണ് കേൾക്കുന്നത്. നദ്ദയ്ക്ക് ഒരു പ്രധാന വകുപ്പ് തന്നെ ലഭിക്കാനാണ് സാധ്യത. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പേരുകൾ ഘടകകക്ഷികളിലെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് നോക്കാം. വിദേശകാര്യമന്ത്രി S ജയശങ്കർ മന്ത്രിസഭയിൽ തുടർന്നേക്കുമെന്ന സൂചനകൾ അത് ചൂടുപിടിച്ചു വരുന്നുണ്ട്. ഇത്തവണയും അതേ വകുപ്പ് തന്നെ, വിദേശകാര്യ വകുപ്പിൽ തന്നെ തുടരുമെന്നാണ് സൂചന. ഒപ്പം മുൻ ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ്. ഒപ്പം കേന്ദ്രമന്ത്രിസഭയിലേക്ക് അദ്ദേഹം എത്തിയേക്കുമെന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള BJPയുടെ യുവ തുർക്കി, നേരത്തെ ഒരുപാട് തവണ ഈ പ്രചാരണ രംഗത്തൊക്കെ ഉയർന്നു കേട്ട പേരാണ്. അണ്ണാമലൈ. അണ്ണാമലയ്ക്കും മൂന്നാം മോദി സർക്കാരിൽ മോദി 3.0 ഗവൺമെന്റിൽ ഒരു മന്ത്രിസ്ഥാനം നൽകിയേക്കുമെന്ന സൂചനകൾ ബലപ്പെടുന്നുമുണ്ട്. കേരളത്തിൽ നിന്ന് ജയിക്കുന്ന BJP സ്ഥാനാർത്ഥി ആരാണോ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമെന്നത് BJP നേതൃത്വം കേരളത്തിലെ പ്രവർത്തകർക്കും കേരളത്തിൽ വോട്ട് തേടിയ സമയത്തും നൽകിയ ഒരു ഉറപ്പാണ്. അത് പാലിക്കപ്പെടുന്നു. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹത്തോട് മന്ത്രിപദവി ഏറ്റെടുക്കണമെന്ന് BJP കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില അസൗകര്യങ്ങളൊക്കെ സുരേഷ് ഗോപി അറിയിച്ചെങ്കിലും അതല്ല, മന്ത്രി ആയി ക്യാബിനറ്റിൽ ഉണ്ടാകണം, അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി തന്നെ ലഭിക്കും എന്ന് കേൾക്കുന്നു. അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായി അദ്ദേഹം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്ത് കടുത്ത പോരാട്ടം നടത്തി പരാജയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ മന്ത്രിസഭയിലേക്ക് എത്തിയേക്കുമെന്ന സൂചനയുണ്ട്. അതിൽ ഉറപ്പില്ല, പക്ഷേ എന്തായാലും അദ്ദേഹത്തിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുറപ്പാണ്. അതിൽ കൂടുതൽ എത്ര കിട്ടും കേരളത്തിന് എന്നതാണ് അറിയേണ്ടത്. എന്തായാലും ചർച്ചകൾ ഡൽഹിയിൽ ഇപ്പോഴും തുടരുകയാണ്. ചെറു പാർട്ടികളെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. NDA അത്തരം പേരുകളും ഉയർന്നു വരുന്നുണ്ട്. LJP നേതാവ് ചിരാഗ് പാസ്വാൻ ഘടകകക്ഷിയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതയായിരുന്നു. അത്തരം ചർച്ചകൾ സജീവമാണ് ഡൽഹിയിൽ. അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേൽ, HAM നേതാവ് ജിതിൻ റാം മാഞ്ചി എന്നിവരുടെ പേരുകളും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്ന വാർത്തകൾ വരുന്നു. TDP നേതാവ് റാം മോഹൻ നായിഡുവും മൂന്നാം മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായേക്കുമെന്ന സൂചനകളും ബലപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സസ്പെൻസ് പൊളിക്കാൻ സമയമായിട്ടില്ല. കാരണം 57 മന്ത്രിമാർ അല്ലെ, പ്രധാനമന്ത്രിയും 57 പേരുമാണ് ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുക. അതിന് പിന്നാലെ എത്ര പേർ ബാക്കി ഉണ്ടാകും, ആർക്കൊക്കെയാണ് ഈ സ്റ്റേറ്റ് പദവികൾ കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ടല്ലേ? വളരെ പ്രധാനപ്പെട്ട പദവികൾ BJP അത് കൈവശം വയ്ക്കും, അത് വിട്ടുകൊടുക്കില്ല. എന്നാൽ മറ്റു ചില ഓരോ സംസ്ഥാനത്തിനും അവരുടെ താല്പര്യങ്ങൾ, ഇപ്പോൾ ശിവസേന ആവശ്യപ്പെടുന്നത് വ്യവസായ വകുപ്പാണ്, അവർക്കത് നൽകിയേക്കും. റെയിൽവേ ആവശ്യപ്പെടുന്നുണ്ട്. ചിരാഗ് പാസ്വാനും JDUവും ഒക്കെ അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് റെയിൽവേ നൽകുമോ എന്ന് നമുക്കറിയില്ല. മോദി സർക്കാരിനെ സംബന്ധിച്ച് റെയിൽവേ ഒരു പ്രധാന വകുപ്പായി BJP തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ചർച്ചകളുടെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അതിൻ്റെ പല തലങ്ങളിൽ ഇപ്പോൾ JP നദ്ദയുടെ വസതിയിൽ ഇപ്പോഴും ചർച്ച നടക്കുന്നുണ്ട്. അതുപോലെ BJP നേതാക്കളൊക്കെ പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചകളിലൊക്കെ ക്യാബിനറ്റ് രൂപീകരണം തന്നെയാണ് വിഷയം. എന്താണ് പുതിയ നീക്കങ്ങൾ നോക്കാം. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ TDPയെയും
അതുപോലെ JDU-വിനെയും അനുനയിപ്പിച്ചു. ചിരാഗ് പാസ്വാനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ഇവിടെ ജനതാദൾ എസിന് ഒരു മന്ത്രിസ്ഥാനം ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ ഏറെക്കുറെ തീരുമാനമായി എന്ന് ഘടകകക്ഷികളുടെ കാര്യത്തിലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്താണ് പുതിയ സൂചനകളും വിവരങ്ങളും? ബൽറാം. വിജയകുമാർ പ്രജിൻ രാഷ്ട്രപതിയെ കാണുന്ന ഘട്ടത്തിൽ ആദ്യഘട്ട മന്ത്രിമാരുടെ പട്ടിക നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പട്ടികയിൽ നിലവിലെ രണ്ടാം മോദി മന്ത്രിസഭയിൽ ഉള്ള പ്രമുഖർ എല്ലാം തന്നെ ഉൾപ്പെടും എന്നാണ് പുറത്തു വരുന്ന വിവരം. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ മന്ത്രിസഭയിൽ സാങ്കേതികമായി രണ്ടാമനായി രാജ്നാഥ് സിംഗ് ആയിരുന്നെങ്കിലും പ്രായോഗിക തലത്തിൽ പലപ്പോഴും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ആയിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം മന്ത്രിസഭയിൽ തുടർന്നേക്കുമോ അല്ലെങ്കിൽ നേരത്തെ ലഭിച്ച വകുപ്പ് കൈകാര്യം ചെയ്യുമോ എന്ന സംശയങ്ങൾ ഉയർന്നിരുന്നെങ്കിലും അമിത്ഷാ തന്നെ ആഭ്യന്തരമന്ത്രിയായി തുടർന്നേക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. രാജ്നാഥ് സിംഗും മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്രതിരോധ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യാൻ സാധ്യത എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പീയൂഷ് ഗോയൽ മന്ത്രിസഭയിൽ ഉൾപ്പെടും എന്ന് ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹം ധനം വകുപ്പ് അദ്ദേഹത്തിന് ലഭിച്ചേക്കുമെന്ന സൂചനകളാണ്. സുപ്രധാനമായ വകുപ്പുകൾ എല്ലാം തന്നെ കൈവശം വെക്കാനുള്ള ഒരു തീരുമാനം BJP എടുത്തിരിക്കുന്നു. അതിലേക്ക് ഘടകകക്ഷികളെ അന്വയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഏതാണ്ട് ഫലം കണ്ടു എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. ഇതോടൊപ്പം തന്നെ നിതിൻ ഗഡ്കരി കൂടാതെ മധ്യപ്രദേശിൽ നിന്നും 8,21,000 വോട്ടുകൾക്ക് ജയിച്ചു വന്ന മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവർക്ക് ഏത് വകുപ്പുകൾ, അവർക്ക് എന്ത് പദവി എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത ഇല്ല. BJP വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിവരം ലഭിക്കുന്നില്ല. ഇരുവരും ഈ JP നദ്ദ ഇത്തവണ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടേക്കുമെന്ന സൂചനയുണ്ട്. അദ്ദേഹം അങ്ങനെയെങ്കിൽ മൻസുഖ് മാണ്ഡവിക്ക് ഇപ്പോൾ രണ്ടാം മോദി മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തിരുന്ന ആരോഗ്യവകുപ്പ് ലഭിച്ചേക്കില്ല എന്ന സൂചനയുണ്ട്. നദ്ദ ചിലപ്പോൾ മുൻപ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന ആരോഗ്യമന്ത്രിയായി തന്നെ മടങ്ങിയെത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നിതിൻ ഗഡ്കരിയോ ശിവരാജ് സിംഗ് ചൗഹാനോ ഇതിൽ ഒരാൾ ചിലപ്പോൾ BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തായിരിക്കും മന്ത്രിസഭയുടെ ഈ BJPയുടെ മുതിർന്ന നേതാക്കളിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തുക. കൂടാതെ നിർമ്മല സീതാരാമൻ ഏത് ചുമതല എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയുടെ ക്യാബിനറ്റ് പദവി ഉറപ്പായിട്ടുണ്ട്. അത് BJP ദേശീയ നേതൃത്വവും പ്രധാനമന്ത്രിയും കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പാണ്. ഇതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് സൂചന. കൂടാതെ തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമലയെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കും. അതിനായുള്ള ചർച്ചകൾ നടന്നു വരുന്നുണ്ട്, കൂടിയാലോചനകൾ നടക്കുന്നു. കൂടാതെ കർണാടകയിൽ നിന്നും JDS-ൽ നിന്നും HD കുമാരസ്വാമി മന്ത്രിയാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. മറ്റ് 2 പേർ കൂടി കർണാടകയിൽ നിന്നും ഉണ്ടാകും. ഇതുകൂടാതെ ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും മന്ത്രിമാർ ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ടുണ്ട്. JDU അവർ റെയിൽവേ വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ബീഹാർ പരമ്പരാഗതമായി റെയിൽവേ മന്ത്രിമാർ ഉണ്ടാകുന്ന സംസ്ഥാനമാണ് എന്നതിനോടൊപ്പം തന്നെ നിതീഷ് കുമാർ മുൻപ് റെയിൽവേ മന്ത്രിയായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്ക്, അത് പ്രധാനമായും ഗതാഗത ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി റെയിൽവേ മന്ത്രിസ്ഥാനം വേണമെന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം മോദി മന്ത്രിസഭയിൽ ഏറ്റവും തലവേദനയായ ഒരു വകുപ്പ് കൂടിയാണ് റെയിൽവേ, നിർണായക വകുപ്പാണെങ്കിൽ കൂടി. അതുകൊണ്ട് തന്നെ ഈ വകുപ്പ് കൈമാറിയേക്കുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതുകൂടാതെ നഗര ഗ്രാമ വികസന വകുപ്പുകൾ വേണമെന്ന ആവശ്യമാണ് TDP മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ എത്രത്തോളം BJP വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന കാര്യം ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. വിജയകുമാർ പ്രജി. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. വിജയകുമാർ, ഈ ഏതാണ്ട് ഒരു 6 മാസം മുൻപ് വരെ ഈ ഇന്ത്യ അലയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു നിതീഷ് കുമാർ. അപ്പം ആ അലയൻസ് ഒഴിവാക്കി മറുഭാഗത്തേക്ക് വരുന്നു. അവിടെ ഇപ്പോൾ ഒരു കീ റോളിൽ നിതീഷ് കുമാർ ഉണ്ട്. അപ്പോൾ സമവായത്തോടെ മുന്നോട്ട് പോകുമെന്ന് നരേന്ദ്രമോദി NDA പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം പറഞ്ഞെങ്കിലും അത് എത്രമാത്രം ചലഞ്ചിങ് ആയിരിക്കും എന്നതൊരു ചോദ്യമുണ്ട്. തുടക്കത്തിൽ ഇല്ലെങ്കിൽ കൂടി പിന്നീട് ഈ വകുപ്പുകൾ സംബന്ധിച്ചൊക്കെ തർക്കങ്ങൾ കൂടി വരുമോ എന്നൊരു കാര്യം മറുഭാഗത്തുണ്ടല്ലോ. ഇക്കാര്യത്തിൽ ഒരു പ്രധാനം BJPയുടെ സംഘടനാ തലത്തിൽ ചില അഴിച്ചുപണികൾ കൂടി വരുന്നുണ്ട്. പുതിയ അധ്യക്ഷൻ പാർട്ടിക്ക് വരുന്നു. അപ്പോൾ അതൊക്കെ മന്ത്രിസഭയിലും പ്രതിഫലിക്കും. ഇപ്പോൾ നിർമ്മല സീതാരാമന് പകരം ധനവകുപ്പിലേക്ക് ആരെന്നത് വളരെ ക്രൂഷ്യലായ ചോദ്യമാണ്. നിതിൻ ഗഡ്കരി അടക്കം പേരുകൾ കേൾക്കുന്നുണ്ട്. അതൊരു പക്ഷേ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കാം, ആ വകുപ്പ് ആരെ ഏൽപ്പിക്കുമെന്നത്. BJPയിൽ എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക്. റോഡ് ടു ഡൽഹി തുടരുകയാണ്. എന്തായാലും മോദി 3.0 ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ശ്രദ്ധേയമാവുന്ന, ആകാംക്ഷയേറുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്.
ഈ ലോക്സഭയിൽ ശ്രദ്ധാകേന്ദ്രങ്ങൾ 7 സ്വതന്ത്രരാണ്. ആരൊക്കെയാണ് അവർ? നിർണായക ഘട്ടത്തിൽ ഇവർ ആർക്കൊപ്പം നിൽക്കും? ഞങ്ങളുടെ നാഷണൽ ഡെസ്ക് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് കാണാം. ഈ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ സ്വതന്ത്രരുടെ എണ്ണം 7. ഇവർ NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന അഭ്യൂഹമുണ്ടായിരുന്നു. പക്ഷേ അതല്ല വാസ്തവം. സ്വതന്ത്രർ ഇവരാണ്. വിശാൽ പാട്ടീൽ മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു. കോൺഗ്രസ് വിമതൻ എന്ന് വിളിക്കാം. അച്ഛൻ പ്രകാശ് ബാപ്പു പാട്ടീൽ സാംഗ്ലിയിൽ 5 തവണ MP ആയിട്ടുണ്ട്. അപ്പൂപ്പൻ വസന്ത് ദാദാ പാട്ടീൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്നു. ഇത്തവണ ശിവസേന ഉദ്ധവ് പക്ഷത്തിന് സാംഗ്ലി നൽകിയതിൽ പ്രതിഷേധിച്ചാണ് വിശാൽ പാട്ടീൽ വിമതനായി മത്സരിച്ചത്. മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ വിശാലിനൊപ്പം നിന്നു. ജയിച്ചെത്തിയ വിശാൽ പാട്ടീൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പാർട്ടി MPമാരുടെ എണ്ണം 100 ആക്കി. അമൃത്പാൽ സിംഗ് ജയിച്ചെങ്കിലും ജയിലിലാണ്. അമൃത്പാൽ സിംഗ് പഞ്ചാബിലെ പേരുകേട്ട തീവ്രശൈലി പ്രഭാഷകൻ. ഇപ്പോൾ ദേശീയ സുരക്ഷാ നിയമപ്രകാരം അസമിലെ ദിബ്രുഗഡ് ജയിലിൽ കഴിയുന്നു. വാരിസ് പഞ്ചാബ് ദേ എന്ന സംഘടനയുടെ തലവനാണ്. പഞ്ചാബിലെ ഖദൂർ സാഹിബ് മണ്ഡലത്തിൽ നിന്ന് ജയം. കോൺഗ്രസിന്റെ കുൽബീർ സിംഗ് സൈറയെ തോൽപ്പിച്ചത് 1,97,120 വോട്ടിന്. കഴിഞ്ഞ വർഷം 1 മാസം നീണ്ട തെരച്ചിലിനൊടുവിൽ മോഗയിലെ ഗ്രാമത്തിൽ നിന്നാണ് അമൃത്പാൽ സിംഗിനെ പിടികൂടിയത്. ജയിലിൽ കിടന്നായിരുന്നു മത്സരം. NDAയെ പിന്തുണയ്ക്കാനിടയില്ല. ഷെയ്ഖ് അബ്ദുൾ റാഷിദ് എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ഷെയ്ഖ് അബ്ദുൾ റാഷിദും ജയിലിലാണ്. ജയിച്ചത് കശ്മീരിലെ ബാരാമുള്ളയിൽ നിന്ന്. തോൽപ്പിച്ചത് മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ. 2019 UAPA ചുമത്തി റാഷിദിനെ NIA അറസ്റ്റ് ചെയ്തത്. നിലവിൽ തിഹാർ ജയിലിൽ. 2008 2014 റാഷിദ് MLA ആയിട്ടുണ്ട്. NDAയെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല. പപ്പു യാദവ് ബീഹാറിലെ CPIM MLA അജിത് സർക്കാരിനെ കൊലപ്പെടുത്തിയതടക്കം നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. രാജേഷ് രഞ്ജൻ എന്ന പപ്പു യാദവ്. പൂർണിയ മണ്ഡലമാണ് തട്ടകം. പൂർണിയ ലഭിക്കുമെന്ന് കരുതി സ്വന്തം പാർട്ടിയായ ജൻ അധികാർ പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കോൺഗ്രസിൽ ലയിപ്പിച്ചു. ഒരിക്കൽ RJD ആയിരുന്ന പപ്പു യാദവിന് പൂർണിയ സീറ്റ് തേജസ്വി യാദവ് നിഷേധിച്ചു. പകരം RJDയിലെ ബിമാ ഭാരതി സ്ഥാനാർത്ഥിയായി. പപ്പു യാദവ് സ്വതന്ത്രനായി മത്സരിച്ചു. 23,000-ലേറെ വോട്ടിന് ജയിക്കുകയും ചെയ്തു. പപ്പു യാദവിൻ്റെ ഭാര്യ രഞ്ജിത്ത് രഞ്ജൻ കോൺഗ്രസിൻ്റെ ലോക്സഭാംഗമായിരുന്നു. ഇപ്പോൾ രാജ്യസഭാംഗം. പപ്പു യാദവും കോൺഗ്രസിനൊപ്പം നിൽക്കും. മുഹമ്മദ് ഹനീഫ ലഡാക്ക് MP, നാഷണൽ കോൺഫറൻസിൻ്റെ മുൻ ജില്ലാ അധ്യക്ഷൻ. തോൽപ്പിച്ചത് കോൺഗ്രസ് BJP സ്ഥാനാർത്ഥികളെ. NDA ഹനീഫ പിന്തുണയ്ക്കില്ല. സർബ്ജിത് സിംഗ് ഖൽസ ഇന്ദിരാഗാന്ധിയുടെ ഘാതകരിൽ ഒരാളായ ബിയാം സിംഗിൻ്റെ മകൻ. ഫരീദ്കോട്ട് മണ്ഡലത്തിൽ AAP സ്ഥാനാർത്ഥി കരംജിത് സിംഗ് അൻമോലിനെ തോൽപ്പിച്ച് MP ആയി. 2004 ഭട്ടിണ്ടയിൽ അകാലിദൾ സ്ഥാനാർത്ഥിയായും 2014 ഫത്തേഗഡ് സാഹിബ് മണ്ഡലത്തിൽ BSP ടിക്കറ്റിലും മത്സരിച്ചെങ്കിലും തോറ്റു. കരംജിത് സിംഗിൻ്റെ മാതാവ് ബിമൽ കൗർ 89 റോപ്പാർ MP ആയിരുന്നു. കരംജിത് സിംഗ് ആരെ പിന്തുണയ്ക്കുമെന്നത് അവ്യക്തം. ഉമേഷ് ഭായ് ബാബുഭായ് പട്ടേൽ ദാമൻ ദിയുവിൽ BJPയിലെ ലാലു പട്ടേലിനെ തോൽപ്പിച്ച് ജയം. സാമൂഹ്യ പ്രവർത്തകൻ. ദാമൻ ദിയുവിൽ 3ാം വട്ടവും MP. പ്രചാരണ രംഗത്ത് ദാമൻ ദിയു അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിനെതിരെ വലിയ വിമർശനമാണ് ബാബുഭായ് പട്ടേൽ ഉന്നയിച്ചത്. ലക്ഷദ്വീപിൽ മുമ്പ് വിവാദ തീരുമാനങ്ങളിലൂടെ വാർത്തയിൽ ഇടം നേടിയതാണ് പ്രഫുൽ പട്ടേൽ. പക്ഷേ ജയിച്ച ബാബുഭായ് ആരെ പിന്തുണയ്ക്കുമെന്നത് അവ്യക്തം. നാഷണൽ ഡെസ്ക് 24. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പല സംസ്ഥാനങ്ങളിലും ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ വലിയ അസ്വാരസ്യങ്ങളുണ്ട്. അത്തരത്തിലൊരു സംസ്ഥാനത്തേക്കാണ് നമ്മളിനി പോകുന്നത്. രാഷ്ട്രീയ മഹാനാടകങ്ങൾക്ക് ഇന്നും വേദിയാകാറുള്ള മഹാരാഷ്ട്രയിലാണ് അത്തരം നീക്കങ്ങൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയിലെ മഹായുതി സഖ്യത്തിൽ രൂപപ്പെട്ട ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ്. വലിയ ചേരിപ്പോർ അവിടെ ഉണ്ട് എന്നാണ് നമ്മുടെ റിപ്പോർട്ടുകൾ. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന ഉറച്ച നിലപാടിലാണ് BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ്. ഒരു സീറ്റ് മാത്രം വിജയിച്ച NCP അജിത് പവാർ വിഭാഗത്തിനും കടുത്ത അതൃപ്തിയുണ്ട് എന്ന് നേരത്തെ വ്യക്തമാവുകയും ചെയ്തതാണ്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനാഥ്, ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസിനോട് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ രാജിവെക്കാം എന്ന വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറണം, തൽക്കാലം മന്ത്രിസഭയിൽ തന്നെ തുടരുക, ഒരു പകരം ക്രമീകരണം ഏർപ്പെടുത്തുന്നുണ്ട് BJP, അതുവരെ കാത്തിരിക്കണമെന്ന് ഫട്നാവിസിനോട് JP നദ്ദയും അമിത്ഷായും പറഞ്ഞു എന്നാണ്. അപ്പോൾ ആ മട്ടിൽ കുറച്ചുനാൾ കൂടി ഫട്നാവിസ് തുടരും. ഒപ്പം അജിത് പവാറിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കൊരു സഹമന്ത്രി സ്ഥാനം നൽകി അദ്ദേഹത്തെയും അനുനയിപ്പിക്കും.
അവിടെ എന്താണ് മഹാരാഷ്ട്രയിലെ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് BJP നേതൃത്വം ഉറപ്പ് നൽകിയെന്ന് ചില ഇംഗ്ലീഷ് വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് മുംബൈയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വിജയകുമാർ, ഒരുപക്ഷെ ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രി പദം രാജിവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഒരുപക്ഷെ അദ്ദേഹം അത്തരത്തിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞെങ്കിൽ പോലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ഒരു അധികാരം അത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറേണ്ടി വന്നാൽ അത് കുറയുമെന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. ഏതായാലും മഹാരാഷ്ട്രയിൽ BJPക്കുള്ളിൽ ഒരു കിട മത്സരം നടക്കുന്നുണ്ട്. കടുത്ത വിഭാഗീയത അവിടെ നിലനിൽക്കുന്നുണ്ട്. ദേവേന്ദ്ര ഫട്നാവിസ് സമീപകാലത്തെടുത്ത പല തീരുമാനങ്ങളും തെറ്റിപ്പോയതായി നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും ഒടുവിലെത്തേതാണ് ശിവസേനയും NCPയും പുലർത്തി ഒപ്പം കൊണ്ടുവന്ന് നടത്തിയ പരീക്ഷണം. അതും പരാജയപ്പെട്ടു. അതിൽ വലിയ തിരിച്ചടി നേരിട്ടത് BJPക്ക് തന്നെയാണ് എന്ന് സീറ്റ് നില പരിശോധിക്കുമ്പോൾ പറയേണ്ടി വരും. ആശിഷ് ശെലാർ അടക്കമുള്ള വിനോദ് താവഡെ അടക്കമുള്ള ഒരു വിഭാഗം ദേവേന്ദ്ര ഫട്നാവിസിന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകട്ടെ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇവർക്ക് കൂടുതൽ അധികാരം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരുപക്ഷെ ഇത്തരം വിമർശനങ്ങൾ വരാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടാവും ദേവേന്ദ്ര ഫട്നാവിസ് താൻ ഉപമുഖ്യമന്ത്രി പദം രാജിവെക്കുന്നു എന്ന് പറഞ്ഞത്. ഏതായാലും ദില്ലിയിൽ അദ്ദേഹം അമിത്ഷായും JP നദ്ദയുമായൊക്കെ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ അദ്ദേഹം മുന്നോട്ട് വെക്കാൻ സാധ്യതയുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് തുടരാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയാകും. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ സഖ്യകക്ഷികൾക്കിടയിൽ വലിയ തർക്കം ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പരസ്പരം കാലുവാരി എന്ന് മൂന്ന് പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൽ കൂടുതൽ അമർഷം അജിത് പവാറിനാണ്. കാരണം കുറച്ച് സീറ്റുകൾ മാത്രം മത്സരിക്കാൻ നൽകി കിട്ടിയ സീറ്റുകളിൽ തന്റെ ഭാര്യയെ പോലും തോൽപ്പിച്ച് കളഞ്ഞു എന്നുള്ള പരിഭവം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ മുന്നണി വിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരീക്ഷണം നടത്താനുള്ള കെൽപ്പോ തൽക്കാലം അജിത് പവാറിനില്ല. മുന്നണിയിൽ നിന്ന് വിട്ടുപോയാൽ തനിക്ക് മുകളിലുള്ള കേസുകളടക്കം അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നുണ്ടാകും. മാത്രമല്ല മുന്നണിയിൽ തുടർന്നാൽ ഈ വിധം മുന്നോട്ട് പോയാൽ തനിക്കൊപ്പമുള്ള MLA-മാർ കൂടി തന്നെ വിട്ടുപോകാനുള്ള സാധ്യത. എന്തായാലും ഒരു സ്റ്റാറ്റസ് കോ, ഒരു തൽസ്ഥിതി തുടരും മഹാരാഷ്ട്രയിൽ എന്നതാണ് ഈ ഘട്ടത്തിൽ വരുന്ന റിപ്പോർട്ടുകൾ. അത് എത്ര കാലം അങ്ങനെ പോകുമെന്നറിയില്ല. ഈ വർഷം അവസാനം മഹാരാഷ്ട്രയും ഹരിയാനയും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോവുകയാണ്. അതിനു മുമ്പ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് സർക്കാർ രൂപീകരണ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നു, മറുഭാഗത്ത് BJP സംഘടനാ തലത്തിൽ വലിയ അഴിച്ചുപണിക്കൊരുങ്ങുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ, നീക്കങ്ങൾ അത് നിർണായകമാണ് ഡൽഹിയിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ. അപ്പോൾ നമ്മൾ റോഡ് ടു ഡൽഹി എന്ന പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.